നമസ്കാരം. കേരളത്തിൽ ഒട്ടനവധി പേർക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുകയും പലർക്കും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരാരും നേരിടാത്ത ഒരു അധിക്ഷേപമാണ് ഇതിനുശേഷം ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അജയ് തറയിൽ എന്ന കോൺഗ്രസ്സുകാരൻ എഴുതിയത് ഞാൻ വായിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. അതിനകത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ അത് പോലും അറിയാൻ പാടില്ലാതെ വളരെ നിരുത്തരവാദപരമായാണ് ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ അജയ് തറയിൽ പറയുന്ന ദമ്പതികളുടെ മകനല്ല. അതയാൾ മനസ്സിലാക്കണം. രണ്ടാമതൊരു കാര്യം, ഞാൻ ദളിത് ക്രിസ്ത്യാനിയാണെന്നുള്ളതാണ്. ഈ ദളിത് ക്രിസ്ത്യാനി ആയാൽ ഇയാൾക്കെന്താ പ്രശ്നം? ഇയാൾക്കെന്താ പ്രശ്നം? കേരളത്തിൽ ഇന്ത്യയിൽ ക്രിസ്തുമതം സ്വീകരിച്ച ദളിതർക്ക് 1960-ലെയും 62-ലെയും കേന്ദ്ര സർക്കാരിൻ്റെ നിയമപ്രകാരം ഹിന്ദുമതം സ്വീകരിക്കാവുന്നതാണ്. ആ നിയമം അനുസരിച്ച് തിരിച്ചു വന്ന ഒരാളാണ്. ഞാനൊരു പള്ളിയിലും അംഗമല്ല, ഒരു പള്ളിയിലും എൻ്റെ റെക്കോർഡും ഇല്ല. പള്ളിയിൽ റെക്കോർഡ് ഉണ്ടാകുന്നൊരു കുറ്റമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷേ ഇല്ല. അപ്പോൾ ഞാൻ ഈ ദളിത് ക്രിസ്ത്യാനിയാണെന്ന് പറയുന്ന അജയ് തറയിലടക്കമുള്ള കേരളത്തിലെ മുഴുവൻ ആൾക്കാരെയും ഞാൻ വെല്ലുവിളിക്കുന്നത്, ഏതെങ്കിലും പള്ളിയിൽ ഞാൻ മെമ്പറാണെന്ന് അവർ തെളിയിച്ചാൽ ഞാൻ ഈ പണി നിർത്താം. ഇവർ വെറുതെ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ മിനിമം ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. രണ്ടാമതൊരു കാര്യം, ഞാൻ ജോലിക്ക് വേണ്ടിയാണ് മതം മാറിയെന്നുള്ള. ജോലിക്ക് വേണ്ടിയാണെങ്കിൽ തന്നെ കോൺഗ്രസ്സുകാർക്ക് എന്താ പ്രശ്നം? ആണെങ്കിൽ തന്നെ എന്നാ പ്രശ്നം? ഇവർ കൊടുക്കുന്ന ജോലിയാണ്, അല്ലല്ലോ, ഗവൺമെൻറ് ജോലിയല്ലേ. സണ്ണി എം കാപ്പിക്കാട് എന്ന ഈ ദേഹം നിരവധി പ്രതികരണങ്ങൾ നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇയാൾ ഇത്ര അവശതയോടെ ഒരു പ്രതികരണം നടത്തുന്നത് കാണുന്നത്. അതിലുപരി എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇയാൾ ഈ പറഞ്ഞതിനകത്ത് ഒരു വരിയിലോ ഒരു വാക്കിലോ പോലും ഒരു സംഘപരിവാർ വിരുദ്ധതയും അല്ലെങ്കിൽ RSS എന്നോ അല്ലെങ്കിൽ സവർണ മേധാവിത്വമെന്നോ തുടങ്ങിയ യാതൊരു പരാമർശവും നടത്തിയിട്ടില്ല എന്നാണ്. അത്തരം ഒരു പരാമർശമില്ലാതെ ഇയാൾ എന്തെങ്കിലും പറയുന്നത് ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടേ ഇല്ല. ആദ്യമായിട്ടാണ് അയാൾ ഇങ്ങനെ അവശതയോടെ വളരെ ശാന്തമായിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നത്. മാത്രമല്ല, സംഘപരിവാറിനെതിരെ ഒന്നും പറയുന്നില്ല. കോൺഗ്രസിൻ്റെ അജയ് തറയിൽ എന്ന നേതാവിനെതിരെയാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഞാൻ കണ്ടതാണ്. അതിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, വ്യക്തിപരമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം സൂചിപ്പിച്ച മാതാപിതാക്കളുടെ പേര് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേരല്ല, ആ ദമ്പതികളുടെ മകനല്ല എന്നാണ് ഈ സണ്ണി പറയുന്നത്. മാത്രമല്ല, താൻ ദളിത് ക്രിസ്ത്യാനി ആയിരുന്നു, പിന്നീട് ഞാൻ ഹിന്ദുമതമായി, അതായത് ഇന്ത്യൻ സർക്കാരിൻ്റെ നിയമമനുസരിച്ച് തന്നെ ഞാൻ ഹിന്ദുവായതാണ് എന്ന് പറയുമ്പോൾ ആ രണ്ട് വാചകങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ദളിത് ക്രിസ്ത്യാനി ആയിരുന്നു, ദളിത് ക്രിസ്ത്യാനികൾക്ക് പിന്നെ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു വരാം എന്ന നിയമം വന്നപ്പോൾ ആ നിയമം അനുസരിച്ച് ഞാൻ ഹിന്ദുവാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ ദളിത് ഹിന്ദു എന്നൊരു വാചകം അവിടെ ഉപയോഗിച്ചിട്ടില്ല. ഈ പറഞ്ഞ പ്രഖ്യാപിത സംഘപരിവാർ വിരുദ്ധനായിട്ടുള്ള സണ്ണി എം കാപ്പിക്കാട് ദളിത് ക്രിസ്ത്യാനി എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഹിന്ദുവാണോ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി അത് ജോലി കിട്ടാൻ വേണ്ടിയാണെങ്കിൽ അതിലും എന്താണ് തെറ്റ്? ഇന്ത്യയുടെ നിയമത്തിനനുസരിച്ച് തന്നെയല്ലേ ഞാനത് ചെയ്തിരിക്കുന്നത്? ഞാൻ അങ്ങനെ ആയാലും ഇയാൾക്ക് എന്താണ് എന്ന് ഈ അജയ് തറയിലിനെ ഉദ്ദേശിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. തിരിച്ചറിവ് വന്നിട്ട് വെളിപാട് പോലെ പറയുന്നതാണ് എന്ന വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ എങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സംഘപരിവാർ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങളോ വാക്കോ ഒന്നുമില്ലാതെ, RSSനെ പരാമർശിക്കാതെ, സവർണ മേധാവിത്വത്തെ പരാമർശിക്കാതെ ഇയാൾ ഇങ്ങനെ നിന്ന് ഒരു പ്രതികരണം നടത്തുന്നത്. അതിൽ അയാൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു, ഒരുപക്ഷെ അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാനൊരു ഹിന്ദുവാണ് എന്ന് അയാൾ സമ്മതിച്ചിരിക്കുന്നത്. അതാണ് ഇതിനകത്തെ ഹൈലൈറ്റ്. അത് മാത്രമല്ല, അവിടെ ഞാനൊരു ദളിത് ഹിന്ദുവാണ് എന്നല്ല അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. ഞാൻ മുമ്പ് ദളിത് ക്രിസ്ത്യാനിയായിരുന്നു, പിന്നീട് ഞാൻ ഈ നിയമമനുസരിച്ച് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഹിന്ദുവാണ് എന്ന് ഒരുപക്ഷെ അയാൾക്ക് പറയേണ്ടി വന്നതായിരിക്കാം. എന്തായാലും കാലം അതിന് സാക്ഷിയാവുന്നു. ഇതിനു മുമ്പ് പലതവണ പല പരാമർശങ്ങളും നടത്തിയിട്ടുള്ള സണ്ണി എം കാപ്പിക്കാട് എന്ന വ്യക്തി ഇതാ ഒടുവിൽ അയാൾ പറഞ്ഞിരിക്കുന്നു, സമ്മതിച്ചിരിക്കുന്നു, ഞാൻ ഒരു ഹിന്ദുവാണ് എന്ന്. ഞാനൊരു പള്ളിയിലും മെമ്പറല്ല, ഞാനൊരു ദളിത് ക്രിസ്ത്യാനിയുമല്ല, ഞാൻ ഹിന്ദുവാണ് എന്ന് അയാൾ സമ്മതിച്ചിരിക്കുന്നു.